എന്താണ് ക്രോണിക് കിഡ്നി ഡിസീസ്? പലർക്കും പ്രമേഹം എന്താണ്, രക്തസമ്മർദ്ദം എന്താണ്, ഹൃദയരോഗം എന്താണെന്നെല്ലാം അറിയാം. എന്നാൽ കിഡ്നി രോഗങ്ങളിൽ ക്രോണിക് കിഡ്നി ഡിസീസ് എന്താണ്? കിഡ്നി രോഗങ്ങളിൽ പ്രധാനമായും നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ഇല്ലാന്നുണ്ടെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിൽ കിഡ്നിയുടെ പ്രവർത്തനം 3 മാസത്തിന് മേളിലോ ശരിയായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ക്രിയാറ്റിന്റെ അളവ് കൂടി നിൽക്കുക, കാലിൽ നീര് വരിക, ശ്വാസം മുട്ട് വരിക, കിഡ്നിയുടെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാത്തൊരവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പോൾ എന്തെല്ലാം കാരണം കൊണ്ട് ക്രോണിക് കിഡ്നി ഡിസീസുകൾ വരാം? നേരത്തെ പറഞ്ഞ പ്രമേഹവും രക്തസമ്മർദ്ദവും തന്നെയാണ് ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. പ്രമേഹം ഏതാണ്ട് 20 മുതൽ 40% ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നു. രക്തസമ്മർദ്ദം 20 മുതൽ 30% ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നു. ഇത് കൂടാതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഗ്ലോമുറുലാറായിട്ടുള്ള ഡിസീസുകൾ, ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ, അതേപോലെ ഒബേസിറ്റി, യൂറിക് ആസിഡ് കൂടുക, സ്റ്റോൺ വരിക, ഇൻഫെക്ഷൻ വരിക, ഇടയ്ക്കിടയ്ക്ക് കിഡ്നി ക്യാൻസർ വരിക, ഇതെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്.